ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും നാഷണൽ സർവീസ് സ്കീമും അതുപോലെ തന്നെ വനം വകുപ്പ് VSSൻ്റെയും കൂടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ഒരു ബോധവൽക്കരണ ക്ലാസ് നടക്കുകയുണ്ടായി. അതിനകത്ത് ഉദ്ദേശിക്കുന്നത് കാട്ടുതീ തടയുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് കുട്ടികളിലൂടെ സമൂഹത്തിലേക്ക് മാധ്യമങ്ങളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ട് കുട്ടികളിലൂടെ ആകുമ്പോൾ നമുക്ക് അവരാണല്ലോ ഇനി അടുത്ത സമൂഹത്തിന്റെ മാധ്യമങ്ങളിലേക്ക് വരേണ്ട പ്രിയപ്പെട്ട കുട്ടികൾ. അപ്പൊ അവര് ഇത്തരം കാര്യങ്ങൾ ബോധവൽക്കരണം അവർക്കുണ്ടാവുകയും അവരിലൂടെ നമുക്ക് ഇത്തരം പൊതു ധർമ്മം, പൊതു സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ പൊതു വനം വകുപ്പ് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് വനമെല്ലാം നമ്മുടെ പൊതു സ്വത്താണ്. ആ സ്വത്ത് നശിപ്പിക്കാതെ ഇരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ഒരു ബോധവൽക്കരണ ക്ലാസ്സിലൂടെ ഉദ്ദേശിച്ചത്. അതോടൊപ്പം തന്നെ നമുക്കിന്ന് കാർഷിക മേഖലയിൽ പിന്നെ വളരെയേറെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് കൃഷി ഒന്നും ചെയ്ത് ജീവിക്കാൻ മനുഷ്യർക്ക് സാധിക്കുന്നില്ല. കാട്ടുമൃഗങ്ങളുടെ ശല്യവും അതുപോലെ തന്നെ മനുഷ്യന് ഭീഷണിയായിട്ടിപ്പോൾ കാട്ടുപോത്ത്, ആന മുതലായവയുടെ ശല്യവും വളരെ രൂക്ഷമായിട്ടുണ്ട്. നമുക്കറിയാം, മൃഗീയമായ രീതിയിൽ നമ്മുടെ സഹപ്രവർത്തകരല്ലേ, നമ്മുടെ ആയിട്ടുള്ള ആൾക്കാരെ കൊന്ന് ചിഹ്നം വിളിച്ചു പോകുന്ന ആനക്കൂട്ടങ്ങളൊക്കെയാണ് നമുക്ക് കാണുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നില് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ രൂക്ഷമായിട്ടുള്ള കൊടും ഈ വെയിലത്ത് പിന്നെ കാട്ടുമൃഗങ്ങളൊക്കെ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുകയും അവരുടെ ആവാസ മേഖലയെ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവർ നാട്ടിലേക്ക് ഇറങ്ങുകയും നാടിനെ നശിപ്പിക്കുന്ന, നാടിനെയും അതുപോലെ തന്നെ മനുഷ്യരുടെയും ജീവനും സ്വത്തിനും ഭീഷണിയായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് ഒത്തൊരുമിച്ച് കുട്ടികളെ ആകുമ്പോൾ അവർക്ക് ഈ പരിസ്ഥിതി സംരക്ഷണവും അതുപോലെ തന്നെ വന സംരക്ഷണവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ പാഠ്യേതര വിഷയങ്ങളിലും എല്ലാം ഇത്തരം കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സന്ദേശം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അയ്യപ്പൻകോവിൽ റേഞ്ച് ഓഫീസർ പ്രിയപ്പെട്ട ശ്രീ അരുൺ സാറും അതുപോലെ തന്നെ അദ്ദേഹത്തിന് സഹപ്രവർത്തകരും ഉദ്യോഗസ്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ VSS കോഴിമല VSSന്റെ പ്രിയപ്പെട്ട ശ്രീ ജെയ്മോൻ ഉൾപ്പെടെയുള്ളവർ ഇതിന് മുൻകൈ എടുക്കുകയും നമ്മുടെ NSSന്റെ ലിൻസി ടീച്ചർ അതുപോലെ തന്നെ HM ഉൾപ്പെടെ ഉള്ളവർ ഇതിനെല്ലാം ഒരു മുൻകൈ എടുത്ത് ഇന്നിവിടെ ഒരു ക്ലാസ് നടത്തുകയുണ്ടായി. അപ്പൊ എന്തായാലും അവർക്ക് കുറെ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. കാരണം സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത എത്രത്തോളം അവരിലൂടെ നമുക്ക് സമൂഹത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമോ എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. എന്തായാലും ഇതൊരു വളരെ ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചു വെച്ചാൽ ആ പ്രദേശം മുഴുവൻ കത്തിച്ചാമ്പലാകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇപ്പൊ തീപ്പെട്ടിക്കൊള്ളി പോലും വേണ്ട, ഒന്നും വേണ്ട, ചുട്ടുപൊള്ളുന്ന വെയിലാണ്. നമുക്കറിയാം, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ കത്തി നശിക്കുന്നു, അതുപോലെ തന്നെ എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് തീപിടുത്തം മൂലം. അപ്പൊ അതെല്ലാം ഒരു പരിധി വരെ നമ്മൾ സംരക്ഷിക്കുക, അതിനെ എങ്ങനെ തടയാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇത്തരം ഒരു യോഗങ്ങളിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെന്തായാലും ഈ പ്രദേശത്തെ നമ്മുടെ കുട്ടികളും നമ്മളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയും അതുപോലെ തന്നെ വന സംരക്ഷണവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകുവാനുള്ളത്. നമുക്ക് സസ്യജാലങ്ങളില്ലെങ്കിൽ നമുക്ക് ജീവനില്ല എന്ന് നമുക്കറിയാം. സസ്യജാലങ്ങൾ എത്രത്തോളം ഭൂമിയിലുണ്ടോ അത്രത്തോളം മനുഷ്യർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവനെ നിലനിർത്താൻ സാധിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. എന്തായാലും ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച പ്രിയപ്പെട്ട നമ്മുടെ VSSന്റെ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ സ്കൂളിന്റെ ഉത്തരവാദിത്തപ്പെട്ട HM അതുപോലെ ലിൻസ് ടീച്ചർ ഉൾപ്പെടെ ഉള്ളവരും ഫോറസ്റ്റ് അധികാരികളും എല്ലാം ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. എനിക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, വന്യമൃഗങ്ങളുടെ ശല്യം, കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം നമുക്കൊരു കൃഷി പോലും ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യമില്ല. അതിന് വഴിയൊരുക്കുവാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവർ എങ്ങനെ അതിനെ പ്രതിരോധിക്കാന്നുള്ള കാഴ്ചപ്പാടും കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സർക്കാരിന്റെ ഒരു ഉത്തരവ് അനുസരിച്ച് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ലൈസൻസ് ഉള്ള ആൾക്കാരെ കണ്ടെത്തി അവരിലൂടെ നമുക്ക് പന്നിയൊക്കെ വെടിവെക്കാൻ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതൊന്നും പ്രായോഗികമായിട്ട് നടപ്പിലാക്കാനോ അത് പ്രാവർത്തികമാകുമെന്നൊന്നും കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പന്നിയെ കണ്ടു കഴിയുമ്പോൾ പ്രസിഡന്റിനെ വിളിക്കുകയോ അല്ലെ തോക്കുള്ള ആളെ വിളിച്ചുകൊണ്ട് വരികയോ എന്നും പറഞ്ഞതൊന്നും ഫലപ്രാപ്തിയിൽ എത്തുന്ന ഒരു കാര്യമല്ല. എന്തായാലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് അധികാരികളുടെ കണ്ണ് തുറക്കേണ്ടതായിട്ടുണ്ട്.